ഹലോ എവരിബഡി, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളങ്ങനെ യാത്രയിൽ ഡൽഹിക്ക് നമുക്ക് നമ്മുടെ വണ്ടി 10 വർഷം കഴിഞ്ഞായിരുന്നു. 10 വർഷവും 5 മാസവും പഴക്കമായതുകൊണ്ട് അത് കഴിഞ്ഞ വണ്ടികൾ ഈ ഡൽഹി സെക്ടറിൽ കയറാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഹരിയാന ഗുർഗോൺ സെക്ടർ 48ലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ വന്നു, അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മുടെ കാർ അവിടെ ഇട്ടിട്ട് മില്ലേനിയം മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ ഓട്ടോയിൽ പോയി. അപ്പോൾ സ്പിന്നിയുടെ ഹെഡ് ഓഫീസൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അവിടെ ഐ ലവ് യു ഗുർഗോൺ, വി ലവ് ഗുർഗോൺ, അങ്ങനെ കുറേ ഹോർഡിങ്സ് എല്ലാം കാണാം. അങ്ങനെ ഞങ്ങൾ ഈ മില്ലേനിയം സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമ്മുടെ ഗുർഗോൺ സെക്ടർ 48 നിന്ന് അവിടം വരെ 200 രൂപ ഓട്ടോയ്ക്ക് 5 പേർക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ ഓവർബ്രിഡ്ജിൽ കയറി വന്നപ്പോഴേക്കും അവിടുത്തെ പട്ടീനെയൊക്കെ അവരുടെ സ്യൂട്ടൊക്കെ ഇടിച്ച് അവിടെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ബാറ്ററി സ്വപ്പിങ് ചെയ്യുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഒത്തിരി കാണാട്ടോ അവിടെ. അതായത് ചാർജ് ചെയ്യേണ്ട ഒരു പ്രശ്നമില്ല. നമ്മുടെ ഒരു ബാറ്ററി കൊടുത്തിട്ട് വേറെ ബാറ്ററി അവിടെ നിന്ന് ചാർജ് ചെയ്ത് മതി. നമ്മൾ ഗ്യാസ് സിലിണ്ടർ മാറുന്ന പോലെ ഒത്തിരി ആൾക്കാർ ഓഫീസിൽ പോകുന്ന വഴിയെല്ലാം അത് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് സംസാരിച്ച് നമ്മുടെ ഇവിടെയൊക്കെ വന്നാലൊന്ന് സക്സസ് ആകാവുന്ന കാര്യമാണ്. അങ്ങനെ മില്ലേനിയം സിറ്റി സെൻറ്ററിൻ്റെ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലെത്തി. ഞാൻ കുറച്ച് നേരം ക്യൂ നിന്ന് അവിടെ വന്നപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടിക്കറ്റ്, അതായത് പെർ ഡേ 200 രൂപ നമ്മൾ അൺലിമിറ്റഡ് ട്രാവൽ ചെയ്യാനുള്ള ഒരു ടിക്കറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടെ നിന്നല്ല ടിക്കറ്റ് എടുക്കുന്നത്, കൗണ്ടറിൻ്റെ അകത്തു നിന്നാണ്. അപ്പോൾ ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കൗണ്ടറിൻ്റെ അകത്ത് നമ്മൾ 200 രൂപ പേ ചെയ്താൽ ഒരു 1 ഡേ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടിക്കറ്റ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ടിക്കറ്റ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡൽഹി മെട്രോയിൽ യൂസ് ചെയ്യാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അത് കഴിഞ്ഞ് ആ ടിക്കറ്റിൻ്റെ ആ കാർഡ് നമ്മൾ റിട്ടേൺ ചെയ്താൽ 50 രൂപ നമുക്ക് അവിടെ നിന്ന് റിട്ടേണും കിട്ടും. എന്തായാലും നല്ലൊരു പരിപാടിയാണ്. നമ്മളങ്ങനെ ട്രെയിനിൽ കയറി കുത്തബ് മിനാറായിരുന്നു നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. കുത്തബ് മിനാർ ഇറങ്ങി തൊട്ട് താഴെ തന്നെ നമുക്ക് ഓട്ടോ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഓട്ടോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ അകത്തെടുത്ത് ഷൂട്ട് ചെയ്ത് വന്നപ്പോഴേക്കും സമയം വൈകി. അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി. അവിടെ നമുക്ക് 5 പേർക്ക് 6 പേർക്കൊക്കെ നമ്മുടെ സൗകര്യം പോലെ ഓട്ടോയിൽ കയറാം. അപ്പോൾ രാജസ്ഥാൻ്റെ ഒരു ഡ്രസ്സെല്ലാം വിൽക്കുന്ന ഒരു സ്ഥലം കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഓട്ടോ ഡ്രൈവർ അവിടെ കയറ്റി. പറയാതിരിക്കാൻ പറ്റില്ല, നമ്മൾ രാജസ്ഥാനിൽ നിന്ന് അത് കഴിഞ്ഞ് വന്ന് മേടിച്ചപ്പോഴേക്കും അവിടെ നിന്ന് കാശ് കൂടുതല. പിന്നെ നമ്മൾ കുത്തബ് മിനാറും കാണാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. നമുക്കൊരു ദിവസവും ആകെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളത് ക്വിറ്റ് ചെയ്തു. ഈ ഫുഡ് സ്റ്റെപ്പുകൾ ഓരോ ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതെപ്പോഴും അവിടെ അടിപൊളിയുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞാൻ വീഡിയോ എടുത്തപ്പോഴേക്കും അവർ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ചമ്പി അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇന്ത്യ ഗേറ്റ് ലക്ഷ്യമാക്കി പോയി. ഇന്ത്യ ഗേറ്റിന് അങ്ങനെ കയറുന്ന വഴിയാണിത്. നമുക്ക് കുറച്ച് ദൂരം നടക്കേണ്ട വന്നായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അകത്ത് ഞാൻ ഒരു 8-9 വർഷം മുമ്പ് എൻ്റെ അമ്മയും എൻ്റെ ഫാമിലി എല്ലാം ആയിട്ട് വന്ന ഒരു ഓർമ്മയൊക്കെ ആയിട്ട് അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു 1 അവറോളം നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഭാഗത്തെല്ലാം സ്പെൻഡ് ചെയ്തു. നല്ല ലൈറ്റും അത്ര ഭയങ്കര ക്രൗഡല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു രസമായിട്ട് കുറച്ച് സമയം അവിടെ നിൽക്കാൻ പറ്റി. കുറച്ച് സ്നാക്സൊക്കെ അവിടെ നിന്നിട്ട് മേടിച്ച് കഴിച്ചു. ഇന്ത്യ ഗേറ്റിൻ്റെ പല ആംഗിളുകളിൽ നിന്നുള്ള ഫോട്ടോസ് ഞങ്ങളെല്ലാവരും അപ്പുറം ഇപ്പുറമൊക്കെ ആയിപ്പോയി. ഞാൻ എവിടേക്കോ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വഴിതെറ്റിപ്പോയി. അപ്പോൾ അവർ എന്നെ നോക്കി അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കണ്ടുമുട്ടി. ഇന്ത്യ ഗേറ്റിൻ്റെ മനോഹരമായി ഇപ്പുറത്തുനിന്നുള്ള വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ പുറകെ കൂടി പോണ ഏതോ ഒരു അജ്ഞാത സുന്ദരി എൻ്റെ വീഡിയോന് ഒരു ടാറ്റയും പറഞ്ഞു പോയി. എന്തായാലും അത് കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ ഗേറ്റ് ലൈറ്റപ്പ് ചെയ്തായിരുന്നു. ആ ലൈറ്റപ്പ് ചെയ്തതിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ അമലിനും ടിപിക്കൊക്കെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ച് കഴിച്ചു. ഇന്ത്യ ഗേറ്റിൻ്റെ അവിടുത്തെ വടാപാവ്, കച്ചോരി ചാറ്റ്, അങ്ങനെ എന്തൊക്കെയോ പേര് പറഞ്ഞ് അവർ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ടാകുന്നത്. എന്തോ എനിക്കിങ്ങനെയുള്ള ഫുഡുകളോട് ലാസ്റ്റ് ഒരു 6 മന്ത് ബാക്ക് എനിക്കൊരു ഫുഡ് പോയ്സൺ അടിച്ചോടി അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഞാൻ കാണിക്കാറില്ല. എന്തായാലും അമലിനും ടിപിക്കും എല്ലാവർക്കും ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഇവരുടെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറിങ് കഴിഞ്ഞ് തിരിച്ച് ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോയിൽ ബ്ലോക്കിലെല്ലാം കിടക്കുമ്പോഴേക്കും നമ്മുടെ ഞങ്ങളെ കണ്ടിട്ടാന്ന് തോന്നുന്നത് മല്ലു ആണോ മലയാളികളാണോ എന്നൊക്കെ ചോദിച്ചൊരു സിംഗ് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അവരോട് ബൈ പറഞ്ഞ് പോന്നപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം കാണാത്തൊരു വിചിത്രമായൊരു ഓട്ടോ ഉണ്ട്. 3 വീലിൽ ബാറ്ററിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഓട്ടോയാണ്. വലിയ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അവരും അവിടെ എല്ലാം ഓടുന്നുണ്ട്. ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ കരോൾ ബാഗ് ലക്ഷ്യമാക്കിയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കരോൾ ബാഗിലെ സ്ട്രീറ്റിൽ കുറച്ച് നേരമൊക്കെ നടന്ന് അവിടുത്തെ ഒരു ചെറിയ കുറച്ച് സാധനങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ മേടിച്ച് അത്ര വലിയ ക്വാളിറ്റിയുള്ള സാധനങ്ങളായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ക്ലോത്ത്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും ഡൈജസ്റ്റ് ആവുന്ന രീതിയിലല്ല, ഭയങ്കര കളർഫുള്ളാണ്. പിന്നെ ഫുഡിൻ്റെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. എന്തോ സ്ട്രീറ്റ് ഫുഡിനോട് അത്രയ്ക്കൊരു ധൈര്യമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ച് കഴിച്ചില്ല.
ജിലേബിക്കും ഇതിനൊക്കെ ഭയങ്കര ഫാൻസാണ് അവിടെ. ഒത്തിരി ആൾക്കാർ മേടിച്ച് നിന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട്. അവരതായിട്ട് യൂസ്ഡായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഓരോ നാട്ടിൻ്റെ ഓരോ പ്രത്യേകതകളാണല്ലോ, ഓരോ തരം ഫുഡുകൾ. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് നടന്ന് ഒരു ഈ കരോൾ ബാഗിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വന്നപ്പോഴത്തേക്ക് ഒരു കല്യാണ വീടാണ് ഈ കാണുന്നത്. ഫുൾ ലൈറ്റും കുറേ കർട്ടനൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ചേക്കണം. തിരിച്ച് ഞങ്ങൾ നമ്മുടെ മെട്രോയിൽ വന്നിറങ്ങി മെട്രോ കാർഡ് തിരിച്ചു കൊടുത്ത് ആദ്യം പറഞ്ഞ പോലെ 50 രൂപ തിരിച്ചു തന്നു. അപ്പം 150 രൂപയ്ക്ക് നമുക്ക് ഒരു ദിവസം ഫുൾ മെട്രോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ പുതിയ വീഡിയോകളും പുറകെ വരും. ഹിമാചൽ, കാശ്മീർ, അതൊക്കെയാണ് നമ്മുടെ വീഡിയോസ് വരുന്നത്. അപ്പോൾ കീപ്പ് വാച്ചിങ്, സ്റ്റേ സപ്പോർട്ട് വിത്ത് അസ്. താങ്ക് യു.